ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനീം ഷോട്ട്സ്. കഴിഞ്ഞ എപ്പിസോഡിലെ ആക്രമണത്തിന് ശേഷം നമ്മൾ അറിയുന്നു ഇവിടെ ഒരു സംരക്ഷകനുണ്ടെന്ന്. യീൻടിങ് ഹുവാം ബാൻഷിയാൻ പറയുന്നത് കേൾക്കാം, ഞങ്ങളുടെ രാജകുമാരൻ എന്ന്. അതെ, യീൻടിങ് ആണ് ഈ പ്രദേശത്തിന്റെ സംരക്ഷകൻ. മാത്രമല്ല, അവൻ ശരിക്കും ഒരു രാജാവാണ്. അവൻ വെറും ഒരു രാജകുമാരനല്ല, അവൻ യഥാർത്ഥ ഭരണാധികാരിയാണ്. 命瓜尔佳氏星夜下南岳，所遣之将受命于地，仗一方生杀大权，朕难防。നമ്മുടെ യീൻടിങ്ങിനെ കണ്ടതിനു ശേഷം ഹുവാം ബാൻഷിയാൻ പറയുന്നു, ഞാൻ അറിയാതെ വന്നതാണ്, ഹൈനസ് എന്നോട് ക്ഷമിക്കണം എന്ന്. അവൻ യീൻടിങ്ങിനോട് ക്ഷമ ചോദിക്കുകയാണ്. യീൻടിങ് അവനോട് പോകാൻ പറയുന്നു. അവൻ പോകാൻ തുടങ്ങുമ്പോൾ ഗാവോ യീൻടിങ്ങിനോട് പറയുന്നു, അവൻ അറിയാതെ വന്നതല്ല, അറിഞ്ഞുകൊണ്ടുതന്നെയാണ് ആക്രമിച്ചത് എന്ന്. ഇത് കേട്ടയുടനെ ഹുവാം ബാൻഷിയാന്റെ ഭാവം മാറുന്നു. അവൻ പറയുന്നു, ശരിയാണ്, എന്റെ ജീവൻ ഇവിടെയാണ്. ഞാൻ എങ്ങനെ വെറും കൈയോടെ പോകും? കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. ഹുവാം ബാൻഷിയാൻ തന്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തുന്നു. അവന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ അവൻ തായ്സൂയിയുടെ ശക്തി വേണം. അവനറിയാം, ഗാവോ യിങ്ങിന്റെ ശരീരത്തിലാണ് ഇപ്പോൾ തായ്സൂയിയുടെ ശക്തി എന്ന്. ഹുവാം ബാൻഷിയാന്റെ ലക്ഷ്യം ഗാവോ യിങ്ങിന്റെ ശരീരത്തിൽ നിന്ന് തായ്സൂയിയുടെ ശക്തി വലിച്ചെടുക്കുക എന്നതാണ്. പക്ഷേ യീൻടിങ് അവിടെയുണ്ട്. അവൻ തന്റെ ശക്തി ഉപയോഗിച്ച് ഹുവാം ബാൻഷിയാനെ നേരിടുന്നു. പോരാട്ടം രൂക്ഷമാകുന്നു. യീൻടിങ്ങിന്റെ കഴിവുകൾ അതിമനോഹരമാണ്. 300 വർഷത്തെ പരിശീലനം, 300 വർഷത്തെ കാത്തിരിപ്പ്, എല്ലാം ഈ നിമിഷത്തിനായി. ഹുവാം ബാൻഷിയാന്റെ ഓരോ ആക്രമണവും യീൻടിങ് തകർത്തുകളയുന്നു. യീൻടിങ് ഒരു അമർത്യനാണ്, ഒരു ഇമ്മോർട്ടല്. പോരാട്ടത്തിനിടയിൽ യീൻടിങ് ഹുവാം ബാൻഷിയാന്റെ തല വെട്ടിമാറ്റുന്നു. നമ്മൾ വിചാരിക്കും അവൻ മരിച്ചു കാണുമെന്ന്. പക്ഷേ ഇല്ല, അവൻ മറ്റൊരാളുടെ ശരീരത്തിൽ തലയുമായി വീണ്ടും വന്ന് ആക്രമിക്കുന്നു. അപ്പോഴാണ് നമ്മൾ കാണുന്നത്, ഹുവാം ബാൻഷിയാന്റെ കയ്യിൽ ഒരു വസ്തുവുണ്ട്, തായ്സൂയി ആണി. ഈ ആണിക്ക് തായ്സൂയിയുടെ ശക്തിയുമായി ബന്ധമുണ്ട്. ഇത് വെറുമൊരു ആയുധമല്ല, ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. 200 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ദുരന്തകഥയുടെ അടയാളം. 200 വർഷങ്ങൾക്ക് മുമ്പ് ഹുവാം ബാൻഷിയാൻ മരണം സംഭവിച്ചപ്പോൾ അവന്റെ അമ്മ ഒരു അമർത്തിന്റെ കയ്യിൽ നിന്ന് തായ്സൂയി ആണി വാങ്ങുന്നു. എങ്ങനെയെങ്കിലും ഹുവാം ബാൻഷിയാൻ വേണ്ടി ജീവൻ തിരികെ നേടാൻ വേണ്ടി അവന്റെ അമ്മ ആ അമർത്യൻ കൊടുത്ത തായ്സൂയി ആണി ഹുവാം ബാൻഷിയാന്റെ ശരീരത്തിൽ കുത്തിവെച്ചു. 7 ദിവസത്തിനു ശേഷം ആണി ഊരിയാൽ അവന്റെ ജീവൻ തിരികെ ലഭിക്കും എന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ 7 ദിവസത്തിനു ശേഷം അവൻ കണ്ടത്, അവന്റെ കുടുംബത്തിലെ എല്ലാവരും മരിച്ചു കിടക്കുന്നു. ഈ ആണി ആ ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഹുവാം ബാൻഷിയാൻ ഇപ്പോൾ 200 വർഷങ്ങൾക്ക് ശേഷം തായ്സൂയിയുടെ ശക്തിക്ക് വേണ്ടി കൊതിക്കുന്നു. ഹുവാം ബാൻഷിയാനോട് സഹതപിക്കുന്നു. അവന് അവസരം നൽകുന്നു. പക്ഷേ ഹുവാം ബാൻഷിയാൻ തായ്സൂയിയുടെ ശക്തി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവന് അത് കഴിയുന്നില്ല. തായ്സൂയിയുടെ ശക്തി അതിഭയങ്കരമാണ്. ആ ശക്തി ഹുവാം ബാൻഷിയാന്റെ ശരീരം പൊട്ടിത്തെറിപ്പിക്കുന്നു. അവന്റെ തല യീൻടിങ് എടുത്തു പുറത്തേക്ക് ഇടുന്നു. എല്ലാവരും കരുതുന്നു യീൻടിങ് വിജയിച്ചിരിക്കുന്നു, ഹുവാം ബാൻഷിയാൻ പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ഹുവാം ബാൻഷിയാൻ ഒരു അവസാനത്തെ ആക്രമണം നടത്തുന്നു, ഒരു സ്നീക്ക് അറ്റാക്ക്. അവന്റെ ലക്ഷ്യം യീൻടിങ്ങല്ല, മറിച്ച് ഗാവോ യിങ് ആണ്. ആ ആക്രമണം ഗാവോ യിങ്ങിനെ നേരിട്ട് ബാധിക്കുന്നു. അവന്റെ ജീവൻ വീണ്ടും അപകടത്തിൽ. യീൻടിങ് ഹുവാം ബാൻഷിയാനെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. എന്നിട്ട് അവൻ ഗാവോ യിങ്ങിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഈ നിർണായക നിമിഷത്തിൽ ഒരു പുതിയ ശക്തി അരങ്ങേറ്റം കുറിക്കുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രഹസ്യശക്തി, ഫോയെ, ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നു.
അതെ, ഇതുവരെ നിഴലിൽ ഒളിഞ്ഞിരുന്ന യഥാർത്ഥ വില്ലൻ ഇപ്പോൾ പുറത്തുവരുന്നു. ഹുവാം ബാൻഷിയാൻ വെറുമൊരു കളിക്കോപ്പ് മാത്രമായിരുന്നു. യഥാർത്ഥ ശത്രു ഇതാ ഇവിടെയുണ്ട്. ഫോയെയുടെ ലക്ഷ്യവും തായ്സൂയിയാണ്. പക്ഷേ അവന്റെ പദ്ധതികൾ വളരെ വലുതാണ്, വളരെ അപകടകരവും. അവന് വേണ്ടത് തായ്സൂയിയുടെ പൂർണ്ണശക്തിയാണ്. അത് നേടാൻ അവൻ എന്തും ചെയ്യും. ഗാവോ യിങ് അപകടത്തിൽ. യിൻഡിങ് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഫോയെ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷനാകുന്നു.